തിരുവനന്തപുരത്ത് MVD ഉദ്യോഗസ്ഥർക്ക് പരസ്യ വിചാരണ ടെസ്റ്റ്. ഒരു ദിവസം 100-ലധികം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തിയവരെ വിളിച്ചു വരുത്തിയാണ് നടപടി. 15 ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിക്കുന്നത്. ഗതാഗത മന്ത്രിയുടെ തീരുമാനപ്രകാരമാണ് വിചാരണ ടെസ്റ്റ് നടത്തുന്നത്. വിവരങ്ങളുമായി RB സനൂപ് തിരുവനന്തപുരത്തും. സനൂപ്, എന്താണ് ഈ സംഭവം? നിഷാദ്, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് അടക്കം പരിഷ്കരണം ഏർപ്പാടാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഒരു ദിവസം ഒരു കാരണവശാലും 120 ടെസ്റ്റ് ഒന്നും നടത്താൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി, അതായത് ഒരാൾക്ക് ടെസ്റ്റ് നടത്താൻ വേണ്ടി 6 മിനിറ്റിൽ കൂടുതൽ വേണ്ടി വരും എന്നുള്ള ഒരു വാദമാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ ജനുവരി മുതൽ ഇതുവരെ 120 ടെസ്റ്റിലധികം നടത്തിയ ഉദ്യോഗസ്ഥരുടെ പട്ടിക ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഈ പട്ടിക ഗതാഗത മന്ത്രി കൈമാറിയിരുന്നു. ഇന്ന് ഈ 15 ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി അവരെ കൊണ്ട് ടെസ്റ്റ് എടുത്തു വെച്ച് ഒരാൾക്ക് ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി എത്ര സമയം വേണ്ടി വരും എന്നുള്ളതിന്റെ ഒരു പരിശോധനയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 15 ഉദ്യോഗസ്ഥരും സംസ്ഥാനത്തിന്റെ വിവിധ RTOകളിൽ നിന്ന് വന്ന MVIയും AMVI ഉദ്യോഗസ്ഥരാണ്. അവരെ കൊണ്ടാണ് ഇപ്പോൾ ടെസ്റ്റുകൾ നടത്തിക്കുന്നത്. ആദ്യഘട്ടമായിട്ട് ഈ ടെസ്റ്റും മറ്റുമൊക്കെ നടത്തി അവിടെ എത്ര സമയം ഒരാൾക്ക് ജയിക്കാൻ വേണ്ടി വന്നു, ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര സമയം, ഒരു ലൈസൻസ് എടുക്കാൻ വന്ന ഒരാൾക്ക് എത്ര സമയം വേണ്ടി വന്നു എന്നത് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് രണ്ടാമത്തെ ടെസ്റ്റ് ആയിട്ടുള്ള റോഡ് ടെസ്റ്റ് ആണ് ഇപ്പോൾ ഈ വിഷ്വലിൽ കാണുന്നത്. അവിടെ ഒരു ലൈസൻസ് എടുക്കാമെന്ന ആൾക്ക് എത്ര സമയം അവർ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞു, അതായത് ഈ വണ്ടി ഉപയോഗിച്ചുകൊണ്ട് എത്ര നേരം അവർ പറയുന്ന ഓരോ സിഗ്നലുകളും മറ്റുമൊക്കെ നടത്താൻ കഴിഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ എത്ര സമയം കൊണ്ട് ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറിന്റെ നേതൃത്വത്തിലാണ് ഈ ഉദ്യോഗസ്ഥർക്ക് ഇപ്പം ഈ ഒരു കാര്യം പറയുന്നത്. പക്ഷേ അത് മോട്ടോർ വെഹിക്കിൾ വകുപ്പ് പറയുന്നത് ഇത് പരസ്യ വിചാരണയല്ല, പകരം അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഇപ്പോൾ പ്രധാനമായിട്ട് ഉയർന്നു വന്ന ഒരു പ്രശ്നം ഒരു ദിവസം എത്ര ടെസ്റ്റ് നടത്താൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുള്ളൊരു നിർദ്ദേശം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതിൽ ഈ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി എന്നുള്ളത് മാത്രമാണ്. അതിൽ തന്നെ അവർ ഒരു വിശദീകരണം നൽകുന്നത് ഈ 120 ടെസ്റ്റ് നടത്തിയത് ഒരു ഉദ്യോഗസ്ഥനായിരിക്കില്ല. പൊതുവെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ അവിടെ 2 ഉദ്യോഗസ്ഥരുണ്ടാകും. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും കാണും, അതുപോലെ തന്നെ ഒരു AMVIയും കാണും. ഒരാൾക്ക് 60 ടെസ്റ്റ് നടത്താം എന്നുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലർ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ഉദ്യോഗസ്ഥർക്കും ചേർന്നായിരിക്കും 120 ടെസ്റ്റുകൾ നടത്തിയത്. പക്ഷേ പ്രശ്നം ഒരു ഉദ്യോഗസ്ഥനായിരിക്കും ഇത് മുഴുവൻ അപ്രൂവ് ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ 120 ടെസ്റ്റും അദ്ദേഹത്തിന്റെ പേരിൽ വരുന്നത്. എന്തായാലും ഇവരെ ഇപ്പം വിളിച്ചു വരുത്തുന്നത് വഴി ഒരാൾക്ക്, ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയിക്കാൻ വേണ്ടി എത്ര സമയം വേണ്ടിവരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് ഇവിടെ നടത്തുന്നത്. ഇത് പരസ്യ വിചാരണ അല്ല എന്നുള്ള കാര്യം മോട്ടോർ വെഹിക്കിൾ വകുപ്പ് പറയുന്നു. എന്തായാലും പോലും ഈ 15 ഉദ്യോഗസ്ഥരെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റുകൾ ഇവിടെ നടക്കുകയാണ്. ഇതിൽ നിന്ന് ഇനി ഒരാൾക്ക് ജയിക്കാൻ വേണ്ട സമയം കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇനി മുതൽ സംസ്ഥാനത്ത് ഒരു ദിവസം ഒരു സെന്ററിൽ എത്ര ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പോവുക നിഷാദ്. മാത്രമല്ല 1-ാം തീയതി മുതലാണ് പുതിയ ഡ്രൈവിംഗ് പരിഷ്കരണം നടപ്പിലാക്കേണ്ടിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം ഒരു സെന്ററിൽ 30 ടെസ്റ്റുകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നാണ് ഈ സർക്കുലറിൽ ഈ ഫെബ്രുവരി 21 ഇറക്കിയ ആ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും അതിൽ ഒരു മാറ്റം വരുത്തണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഈ ടെസ്റ്റ് നടത്തി പഠന വിധേയമാക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ തീരുമാനമെടുക്കുക. എന്തായാലും ഈ 1-ാം തീയതി മുതലുള്ള ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയത്. പക്ഷേ അതിന് വേണ്ട ഗ്രൗണ്ടുകളൊന്നും തന്നെ ഇപ്പോഴും സജ്ജീകരിച്ചിട്ടില്ല. എന്തായാലും 1-ാം തീയതി മുതൽ നടപ്പിലാക്കാനുള്ള പരിഷ്കരണത്തിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ റെഡി ആയിട്ടുള്ള അത് വേറെ കാര്യം. അതിലേക്ക് വരുന്നതിന് മുൻപ് സനൂപ്, ഇപ്പൊ രാവിലെ തുടങ്ങിയിട്ടുള്ള ഏർപ്പാടാണല്ലോ, അപ്പോൾ ശരാശരി എത്ര മിനിറ്റ് കൊണ്ട്, എത്ര സമയം കൊണ്ട് ഒരാളുടെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിയും എന്ന ഒരു കാൽക്കുലേഷനിലേക്ക് ഇതിനൊക്കെ എത്തിയിട്ടുണ്ടോ? എന്താണ് സർക്കാരിന്റെ അല്ലെങ്കിൽ MVDയുടെ അക്കാര്യത്തിലുള്ള നേരത്തെയുള്ള ഒരു അനുമാനം എന്താണ്? 6-7 മിനിറ്റ് കൊണ്ട് ഒരാളുടെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണോ? സാധാരണ നിലയ്ക്ക് ഇപ്പോൾ 6 മിനിറ്റ് കൊണ്ട് ഒരാളുടെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ 6 മണിക്കൂർ കൊണ്ട് 100 പേരുടെ ടെസ്റ്റ് പൂർത്തിയാക്കാൻ കഴിയും. ഇതിനകത്ത് സത്യത്തിൽ എത്ര മിനിറ്റ് വേണം, അല്ലെങ്കിൽ ഇന്നത്തെ പരിശോധനയിൽ എത്ര മിനിറ്റ് കൊണ്ട് ഇത് പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതുവരെ? നിഷാദ്, ഇപ്പോൾ ആരംഭിച്ചതേ ഉള്ളൂ. ആദ്യഘട്ട എടുക്കുന്ന പരിപാടി കഴിഞ്ഞതേ ഉള്ളൂ. രണ്ടാം ഘട്ടമായിട്ടുള്ള റോഡ് ടെസ്റ്റ് മാത്രമേ ആരംഭിച്ചു. അതുകൊണ്ട് എത്ര സമയം വേണമെന്നുള്ള ഒരു പൊതു
ഒരു കാൽക്കുലേഷനിലേക്ക് എത്തിയിട്ടില്ല. നമുക്കറിയുന്നത് പോലെ രാവിലെയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തുന്നത്. ഒരുപക്ഷെ രാവിലെ 8 മണിക്കോ 8:30ക്കോ ആരംഭിച്ച് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടി ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പൂർത്തിയാകുന്ന തരത്തിലാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു 5 മണിക്കൂറിനുള്ളിൽ എത്ര ടെസ്റ്റുകൾ നടത്താൻ പറ്റും എന്നുള്ളതിന്റെ ഒരു അസസ്മെന്റ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ് ഈ ടെസ്റ്റ് നടത്തുന്നതാണ് ഉദ്യോഗസ്ഥർ. സനൂപ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ സാധാരണ നിലയ്ക്ക് എച്ച് എടുക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ വേറെയും റോഡ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥർ വേറെ ആയിരിക്കുമല്ലോ. ഒരു കൂട്ടം ആളുകളെ ഒരാൾ എച്ച് എടുപ്പിക്കുന്നു, പിന്നെ ഒരു കൂട്ടം ആളുകൾ ആയിട്ട് ഒരേ വണ്ടിയിൽ സഞ്ചരിച്ചുകൊണ്ട് റോഡ് ടെസ്റ്റ് നടത്തുന്നു. വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പ്രോസസ് അല്ലേ സത്യത്തിൽ ഇത്? നിഷാദ്, നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം ഫെയിലാകുന്നവരുണ്ടാകാം, അതുപോലെ തന്നെ ഈ പെട്ടെന്ന് വേഗത്തിൽ എച്ചും ഒക്കെ എടുക്കുന്നവരുണ്ട്. അപ്പം ഒരാൾക്ക് കൃത്യമായിട്ട് ഒരു സമയം എന്നുള്ളത് ഈ മൊത്തം ടെസ്റ്റ് പൂർത്തിയാക്കിയാൽ മാത്രമേ നമുക്കൊരു പക്ഷേ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് അതിന്റെ ഒരു ആവറേജ് ആയിരിക്കുമല്ലോ, ഒരു ശരാശരി ആയിരിക്കുമല്ലോ പൊതുവേ ഈ എത്ര ടെസ്റ്റ് നടത്താൻ പറ്റുമെന്നുള്ളത്. അപ്പം നേരത്തെ ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് 6 മിനിറ്റിനുള്ളിൽ തന്നെ ഒരാൾക്ക് ടെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരു ടെസ്റ്റ് നടത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ ആദ്യം എച്ച് എടുപ്പിക്കുന്നു, കുറേ പേർക്ക് എച്ച് എടുത്ത് ഒരു ബാച്ചിനെ എച്ച് എടുത്ത് മാറ്റി നിർത്തുന്നു. അതിനുശേഷം അതിൽ വിജയിച്ചവരെ കൊണ്ടാണ് റോഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പം ഈ രണ്ട് പാർട്ട് 1ലും പാർട്ട് 2ലും ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പ് പറയുന്ന രീതിയിൽ ഈ ടെസ്റ്റ് വിജയിച്ചാൽ അതിന്റെ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിലവിലിപ്പോൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് നേരത്തെ ഈ 120-130 ടെസ്റ്റൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് അസസ് ചെയ്തത് 6 മിനിറ്റിൽ താഴെ ഒരു ടെസ്റ്റ് നടത്താൻ പറ്റുമെന്നുള്ളത്. പക്ഷേ അത് തെറ്റെന്നാണ് മന്ത്രിയുടെ വാദം. അതിനു വേണ്ടിയുള്ള ഒരു അസസ്മെന്റ് ആണ് ഇപ്പോൾ ഈ മുട്ടത്തറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.